ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് USS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് രാസവസ്തുവാണ് അജിനോമോട്ടോ എന്നറിയപ്പെടുന്നത്? ഏത് രാസവസ്തുവാണ് അജിനോമോട്ടോ എന്നറിയപ്പെടുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്നും കറക്റ്റായ ഉത്തരം ഗസ് ചെയ്യുക. ശരിയായ ഉത്തരം ഇതാണ്: മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അജിനോമോട്ടോ എന്നറിയപ്പെടുന്നത് എന്താണ്? മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏത്? കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായം ഏത്? ഉത്തരം ഇതാണ്: പപ്പായ കുരു. കുരുമുളകിൽ ചേർക്കാൻ സാധ്യതയുള്ള മായമാണ് പപ്പായ കുരു. ഫ്രണ്ട്സ്, നമ്മളിത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസും തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ചോദ്യങ്ങളും വായിക്കുമ്പോൾ നിങ്ങളതൊന്ന് ഉത്തരം ഗസ് ചെയ്യാൻ നോക്കുക. അടുത്ത ചോദ്യം ഇതാണ്: ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു രീതിയാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ഉപ്പിട്ടു സൂക്ഷിക്കൽ, പാസ്ചറൈസേഷൻ, അടച്ചു സൂക്ഷിക്കൽ, ഉണക്കി സൂക്ഷിക്കൽ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു രീതി എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ ആണ്. എന്താണ്? പാസ്ചറൈസേഷൻ ആണ് ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള ഒരു രീതി. അടുത്ത ചോദ്യം: ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. അജിനോമോട്ടോ, അമോണിയം ക്ലോറൈഡ്, റോഡോമിൻ ബി, സോഡിയം ബൈകാർബണേറ്റ്. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്. ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് അമോണിയം ക്ലോറൈഡ്. അടുത്ത ചോദ്യം ഇതാണ്: പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ഗസ് ചെയ്ത് നോക്കൂ. ഇവിടെ ശരിയായ ഉത്തരം ഇതാണ്: ലാക്ടോമീറ്റർ. പാലിൽ വെള്ളം ചേർത്തിട്ടുണ്ടോ എന്നറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എറിത്രോസിനാണ്. ഭക്ഷ്യവസ്തുക്കൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എറിത്രോസിൻ. അടുത്ത ചോദ്യം: മെറ്റാനിൽ യെല്ലോ എന്ന രാസവസ്തു ഏത് ഭക്ഷ്യവസ്തുവിലാണ് ചേർക്കുന്നത്? മെറ്റാനിൽ യെല്ലോ എന്ന രാസവസ്തു ഏത് ഭക്ഷ്യവസ്തുവിലാണ് ചേർക്കുന്നത്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: മുളക് പൊടി, ചായപ്പൊടി, നെയ്യ്, മഞ്ഞൾപ്പൊടി. ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. മഞ്ഞൾപ്പൊടിയിലാണ് മെറ്റാനിൽ യെല്ലോ എന്ന രാസവസ്തു മഞ്ഞൾപ്പൊടിയിലാണ് ചേർക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ പ്രിസർവേറ്റീവായി ഉപയോഗിക്കാത്ത പദാർത്ഥം ഏത്? താഴെ പറയുന്നവയിൽ പ്രിസർവേറ്റീവായി ഉപയോഗിക്കാത്ത പദാർത്ഥം ഏതാണ്? ഉത്തരം മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. താഴെ പറയുന്നവയിൽ പ്രിസർവേറ്റീവായി ഉപയോഗിക്കാത്ത പദാർത്ഥമാണ് മോണോസോഡിയം ഗ്ലൂട്ടമേറ്റ്. അടുത്ത ചോദ്യം: താഴെ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രീസറിൽ വെക്കേണ്ടത് ഏത്? താഴെ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുമ്പോൾ ഫ്രീസറിൽ വെക്കേണ്ടത് ഏതാണ്? വെണ്ടയ്ക്ക, തക്കാളി, വെള്ളരിക്ക, മത്സ്യം. ഇതിൽ ഉത്തരം വരുന്നത് മത്സ്യമാണ്. ഫ്രീസറിൽ വെക്കേണ്ടതാണ് മത്സ്യം. അടുത്ത ചോദ്യം: ശർക്കരയിൽ റോഡോമിൻ ബി മായമായി ചേർക്കുന്നത് എന്തിനാണ്? ശർക്കരയിൽ റോഡോമിൻ ബി മായമായി ചേർക്കുന്നത് എന്തിനാണ്? രുചി കൂട്ടുന്നതിന്, മധുരം കൂട്ടുന്നതിന്, നിറം നൽകുന്നതിന്, ഭാരം കൂട്ടുന്നതിന്. എന്താണ് ശരിയായ ഉത്തരം?
ഉത്തരം നിറം നൽകുന്നതിനാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം. സൃഷ്ടിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? സൃഷ്ടാവ്, സ്രഷ്ടാവ്, സൃഷ്ടാവ്, സ്രഷ്ടാവ്. ഉത്തരം ഇതാണ്, സ്രഷ്ടാവ്. സൃഷ്ടിക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് സ്രഷ്ടാവ്. അടുത്ത ചോദ്യം നോക്കൂ. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം മോഹിനിയാട്ടമാണ്. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കലാരൂപം ഏത്? കേരളീയ കലാരൂപം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏതാണ്? കഥകളിയുണ്ട്, കളരിപ്പയറ്റ്, ഓട്ടൻതുള്ളൽ, കൂടിയാട്ടം. ഏതാണ് ശരിയായ ഉത്തരം? ഉത്തരം കൂടിയാട്ടമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപമാണ് കൂടിയാട്ടം. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. അക്ബർ കക്കട്ടിൽ രചിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി. അക്ബർ കക്കട്ടിൽ രചിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: സ്കൂൾ ഡയറി, സ്ത്രൈണം, മൃത്യുയോഗം, ശേഷം സ്ക്രീനിൽ. ഇതിൽ ശരിയായ ഉത്തരം വരുന്നത് സ്കൂൾ ഡയറിയാണ്. അക്ബർ കക്കട്ടിൽ രചിച്ച കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് സ്കൂൾ ഡയറി. അടുത്ത ചോദ്യം. അക്ബർ കക്കട്ടിലിൻ്റെ രചനകളുടെ സവിശേഷത. അക്ബർ കക്കട്ടിലിൻ്റെ രചനകളുടെ സവിശേഷത എന്താണ്? ഓപ്ഷൻസ്: ദുഃഖം, നർമ്മം, പരിഹാസം, ചിന്ത. ഇവിടെ ശരിയായ ഉത്തരം നർമ്മമാണ്. അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? താഴെ പറയുന്നവയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടാത്തത്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്ന എന്തൊക്കെയാണ്? കടൽക്ഷോഭം, വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. ഇവിടെ ഉത്തരം വരുന്നത് വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. താഴെ പറയുന്നവയിൽ പ്രകൃതി ദുരന്തങ്ങളിൽ ഉൾപ്പെടാത്തതാണ് വ്യവസായശാലകളിലെ ദുരന്തങ്ങൾ. അടുത്ത ചോദ്യം. ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്: വെങ്ങാനൂർ, ചെമ്പഴന്തി, കണ്ണൻമൂല, തിരുവനന്തപുരത്താണ്, ഇരവിപേരൂർ. ഇതിലേതാണ് ശരിയായ ഉത്തരം? ഉത്തരം ഓപ്ഷൻ സി, കണ്ണൻമൂലയാണ്. ചട്ടമ്പി സ്വാമികളുടെ ജന്മദേശം എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂല എന്ന സ്ഥലത്താണ്. അടുത്ത ചോദ്യം. ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ കർത്താവ് ആര്? ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ കർത്താവ് ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, പണ്ഡിറ്റ് KP കറുപ്പൻ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഉത്തരം വരുന്നത് ശ്രീനാരായണ ഗുരു. ആത്മോപദേശ ശതകം എന്ന കൃതിയുടെ കർത്താവാണ് ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻസ്: അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ, ചട്ടമ്പി സ്വാമികൾ, ശ്രീനാരായണ ഗുരു. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത് ചട്ടമ്പി സ്വാമികളാണ്. സർവ്വവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ലിംഗപദവി വിവേചനം അനുഭവിക്കുന്ന വിഭാഗം. താഴെ പറയുന്നവയിൽ ലിംഗപദവി വിവേചനം അനുഭവിക്കുന്ന വിഭാഗം. ഓപ്ഷൻസ് ഇതൊക്കെയാണ്: ന്യൂനപക്ഷം, ദളിതർ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡറുകൾ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ട്രാൻസ്ജെൻഡറുകളാണ്. താഴെ പറയുന്നവയിൽ ലിംഗപദവി വിവേചനം അനുഭവിക്കുന്ന വിഭാഗക്കാർ ട്രാൻസ്ജെൻഡറുകളാണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ചോദ്യം ഇതാണ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? നാണയങ്ങളെക്കുറിച്ചുള്ള പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു? അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിന്ന് കറക്റ്റായിട്ടുള്ള ആൻസർ കണ്ടുപിടിച്ച് എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കല്ലേ. കൂട്ടുകാരെ, അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.